വലുതായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല. ഒരു നൈറ്റിയുടെ ലെങ്ത്ത് കുറക്കണം. അതേപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടണം കേട്ടോ. പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് കുറക്കണം. ഇതാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും കസ്റ്റമർ വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പാൻറ്റിൻ്റെ ലെങ്ത്ത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ സ്റ്റിച്ചല്ല എടുത്തത്, സിക്സാഗ് സ്റ്റിച്ചാണ് കേട്ടോ. ഇതൊരു എലാസ്റ്റിക് ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. അത് ഇങ്ങനെ വലിഞ്ഞ് പോകുന്നുണ്ട്. നോർമൽ സ്റ്റിച്ച് ചെയ്താൽ ഒരു വൃത്തി കിട്ടില്ലാത്ത തോന്നിയതുകൊണ്ടാണ് സിക്സാഗ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് സിക്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നൂലൊന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ, ആ ഒരു മോഡൽ സ്റ്റിച്ചാണ് കേട്ടോ. അടുത്തത് നൈറ്റിയുടെ ലെങ്ത്ത് അളവിന് തന്ന ആ ഒരു നൈറ്റിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തി തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസിൽ നിന്നും സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനുള്ള കഷ്ണം വെട്ടിയെടുത്ത് കേട്ടോ. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ എല്ലാ സ്റ്റിച്ചും വലുതായിരിക്കും, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയാൽ ഷോൾഡറൊക്കെ ഒന്നുകൂടെ ജോയിൻ ചെയ്യാം. അതേപോലെ ആം ഹോള്. അപ്പോൾ ഇതിന് സ്ലീവിനൊരു 3 പീസ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 3ൻ്റെയും ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഇല്ലേ, അവിടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാം. പ്ലസ് സ്ലീവിന് ലെങ്ത്ത് കൂട്ടാനുള്ള ഒരു പീസ് അതിന് ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ വണ്ണത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതിന് പിന്നെ വലിയ ഷേപ്പൊന്നും വേണ്ടി വന്നിട്ടില്ല. ചെറിയ രീതിക്കൊരു 1/2 ഇഞ്ചിൻ്റെ ഒരു ഷേപ്പ് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ആം ഹോളൊക്കെ കറക്റ്റായിരുന്നു, അളവിന് തന്നതിന് കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഷേപ്പ് ആക്കാനൊന്നും വലിയ രീതിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ സ്ലീവ് ഒക്കെ ഇതാക്കി സൈഡ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് താഴത്തെ ഭാഗം മടക്കി നല്ല വൃത്തിയിൽ മടക്കി അടിക്കാം. പിന്നെന്താ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് നല്ല അടിപൊളിയിൽ മടക്കിയിട്ട് നമ്മൾ കസ്റ്റമർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം നൈറ്റിയും മറ്റെന്തും നമുക്ക് റെഡിമെയ്ഡ് സാധനം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവരോട് ചോദിക്കട്ടോ എവിടെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്യണമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ എല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നാൽ അവർക്ക് കൊടുക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക്